വേശേ നീ വേശേ എന്താന്നും നീ മൊബൈൽ അടിക്കുന്നത് കേട്ടില്ലേ? ഞാൻ കുളിക്കണേ. അപ്പൊ നിങ്ങൾക്ക് എടുത്തെന്താ? അയ്യടി എന്റെ കാലിന് നിറച്ച് മണ്ണാണേ. എന്നാ അവിടെ കിടന്ന് അടിക്കട്ടെ. അത് നിന്നു നിന്നോട്ടെ, ആവശ്യക്കാരാണെങ്കിൽ ഇനിയും വിളിക്കും. എടി ഇവിടെ രവിക്കുട്ടനാണ്. എടുത്തോളിൻ. ഗൾഫിൽ നിന്ന് രവിക്കുട്ടനല്ലേ? നീ എന്നെ എടുത്തോ, എടുക്ക്. രവിക്കുട്ട, എന്താണമ്മ ഫോൺ എടുക്കാത്തെ? ഞാൻ കുളിക്കായിരുന്നടാ. അച്ഛനോ? അച്ഛൻ അപ്പുറത്തെന്തോ ചിരണ്ടി നിൽക്കുക. അച്ഛനോടൊന്ന് വെറുതെ ഇരിക്കാൻ പറയും. തൊടിയിൽ പണിയുണ്ടെങ്കിൽ ഒരു കൂലിക്കാരനെ വെച്ചാ പോരെ? അത് പറഞ്ഞ നിന്റെ അച്ഛൻ കേൾക്കണ്ടേ? അല്ല, നീ എന്താ ഈ നേരത്തെ വിളിച്ചേ? വിഷുവിന് ഞാൻ നാട്ടിൽ വരണുണ്ട്. ലീവ് കിട്ടിയോ? ആ, കിട്ടിയ സന്തോഷത്തിൽ വിളിച്ചതാ. എന്നാ വരണേ? വിഷുവിന്റെ തലേന്ന് പുലർച്ചയ്ക്ക് എയർപോർട്ടിലെത്തും. എന്നാ നിനക്ക് 2 ദിവസം മുൻപേ വരായിരുന്നില്ലേ? ഇതെന്നെ വല്യമ്മയുടെ ശാരദാന്ന് പറഞ്ഞിട്ടാണ് ലീവ് കിട്ടിയിരിക്കണേ. അതിന് വല്യമ്മ മരിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ പൂപ്പൻ, അമ്മൂമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി വല്യമ്മയും വല്യച്ഛനൊക്കെ തന്നെ ഉള്ളൂ. നീ വെച്ച ചെക്ക ഫോണ്. നമ്മുടെ രവി വരുന്നുണ്ട് വിഷുവിന്. ഏത് ഗൾഫിലെ രവിയോ? അല്ലാണ്ടാരാ ഓണത്തിന് വിഷുവിനൊക്കെ നാട്ടിൽ വരാൻ? ഭാര്യയും കുട്ടികളുണ്ടോ? എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ജനുവരി തൈപ്പൂയത്തിന് വന്നതല്ലേ അവർ? അതെ, നവംബറിലെ വാഴയിൽക്കാവ് വേലയ്ക്കും വന്നിരുന്നു. 2-3 മാസം കൂടുമ്പോൾ ഫാമിലി ആയിട്ട് നാട്ടിൽ വരാൻ അവൻ എവിടെ നിന്നാണ് എത്ര ക്യാഷ്? അവന്റെ കയ്യിലൊക്കെ പൂത്ത കാശുണ്ടോ. തറവാട് വിളിച്ച് പുതിയ വീട് വെച്ചു. അനിയന് സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചു. അത്യാവശ്യം ബന്ധുക്കൾക്ക് അവൻ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഓണം, വിഷു, പൂരം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്കുള്ള വരവ്. കൊല്ലത്തിൽ 5-6 തവണയെങ്കിലും അവൻ നാട്ടിൽ വരാറില്ലേ? ഇതിന് മാത്രം അവന്റെ അടുത്ത് എവിടെ നിന്നാടാ ക്യാഷ്? വല്ല സ്വർണ്ണക്കടത്തും ഉണ്ടാവും അല്ലേ? ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതാടാ. ചൂടോടെ കഴിക്കണമെങ്കിൽ വന്നോളൂ. ഈ ചെക്കന് എത്ര പറഞ്ഞാലും നേരത്തെ കട പൂട്ടില്ല. 8-9 മണി വരെ ആൾക്കാർ സാധനം വാങ്ങാൻ വരില്ലേ? നീ ഒന്ന് ക്ഷമിക്കേ. പിന്നെ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റി വെക്കുമ്പോ കട പൂട്ടാൻ നേരം വഴുകേ. എനിക്ക് എന്തായാലും ചൂടോടുകൂടി കഴിക്കാൻ പറ്റില്ല. നീ ചൂടോടുകൂടി കഴിച്ചോ, ഞാൻ വാതിൽ തുറക്കാം. പോര്. വിഷുവിന് ഏട്ടൻ വരുന്നുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് അവന്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനെ പറഞ്ഞൂടായിരുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് വരണ്ടെന്ന്? അവൻ വന്നോട്ടടാ, അണക്കെന്താ പ്രശ്നം? അച്ഛനിത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഏടത്തേമ്മേനും കുട്ടികളെയും കൂട്ടിയിട്ട് വരുമ്പോ തന്നെ പ്ലെയിൻ ടിക്കറ്റിന് 25,000 രൂപയാവും. അത് അവൻ കൊടുക്കില്ലേ? നീ എന്തിനാ ബേജാറാവണ്? അച്ഛൻ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തേ? ഇവിടെ കടയിൽ സാധനം ഇറക്കാൻ ക്യാഷില്ല, വണ്ടിയുടെ CC അടച്ചിട്ടില്ല. മനുഷ്യൻ പ്രാന്തായിരിക്കുമ്പോഴാണ് ഏട്ടൻ 25,000 പൊട്ടിച്ച് നാട്ടിലേക്ക് വരണത്. ഏട്ടൻ വിളിച്ചിട്ട് വിഷുവിന് വരണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ നീ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ വീട്ടിലേക്ക് വിഷുവിന് കൊണ്ടോണ്ടാ. അതിന് ഏട്ടൻ വരണമെന്നില്ലല്ലോ, അമ്മയും ചേച്ചി നിങ്ങളുണ്ടല്ലോ. അന്റെ കല്യാണത്തിന്റെ ചെലവൊക്കെ അവൻ തന്നെയല്ലേ എടുക്കണ്. പിന്നെ വിഷുവിന് കൊണ്ടുപോകാനും അവൻ തന്നെ വരണ്ട. നിങ്ങൾക്കൊന്നും കാശിന്റെ വില അറിയില്ല. ഞാൻ ഇപ്പൊ എന്താ പറയാ? ഞാൻ ഏട്ടന് ഫോൺ ചെയ്തു തരാം, നിങ്ങൾ വിഷുവിന് വരണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. അത് പറയേണ്ട പോലെ പറയാത്തോണ്ടാ. ഞാൻ എങ്ങനെയാടാ അവനോട് വരണ്ടാന്ന് പറയാ? കാശിന് നല്ല അത്യാവശ്യമുള്ള സമയമാണ്, അതുകൊണ്ട് വിഷുവിന് വരണ്ടാന്ന് പറയും നിങ്ങള്. എനിക്കതിനൊന്നും പറ്റില്ല. എന്താ നിങ്ങൾ പറയും? നീ പോടാ അവിടുന്ന്. ആരും പറയണ്ട, കാശില്ലാണ്ട് തെണ്ടുമ്പോഴൊക്കെ പഠിക്കുള്ളൂ. ഏട്ടൻ വരുന്ന ബ്ലോക്കിന് ഇപ്പൊ എന്തൊരു വഴി? ആ, ഒരു വഴിയുണ്ട്. മാഷ പോന്ന് കാണണം. മാഷേ നമസ്കാരം. വരൂ. നമസ്കാരം. ഇന്ന് സൂപ്പർ മാർക്കറ്റ് തുറന്നില്ലേ? സൂപ്പർ മാർക്കറ്റൊക്കെ പണിക്കാർ തുറന്നോളും മാഷേ.
അവരെ വിശ്വസിക്കാൻ പറ്റുമോ? പണിക്കാരെ മാത്രം വിശ്വസിച്ച് ഇരിക്കരുത്. അവർ വരുന്നതിന് മുമ്പ് താൻ പോയി തുറക്കണം. എല്ലാ കാര്യങ്ങളും തൻ്റെ നിയന്ത്രണത്തിൽ വേണം, അല്ലെങ്കിൽ ചതി പറ്റും. ഞാൻ ശ്രദ്ധിക്കണ്ട മാഷേ. ഇനി കാര്യം പറ. ഏട്ടൻ വിഷുവിന് വരുന്നുണ്ട്. ആര്? രവീന്ദ്രനോ? അതെ, അവൻ ഇപ്പോഴും എൻ്റെ പഴയ സ്റ്റുഡൻ്റാ. അതുകൊണ്ടാ ഞാൻ മാഷെ തേടി വന്നേ. ആര് പറഞ്ഞാലും ഏട്ടൻ കേൾക്കില്ല, പക്ഷെ മാഷ് പറഞ്ഞാ കേൾക്കും. താൻ കാര്യം പറയടോ. വിഷു, ഓണം, തിരുവാതിര, വേലാപൂരം അങ്ങനെ എല്ലാ ആണ്ട്രതിക്കും ഏട്ടൻ ഗൾഫിൽ നിന്ന് വരും. അത് എനിക്കും അറിയാലോ. ഭാര്യയും മോനെയും കൂട്ടി ഒറ്റ വരവ് തന്നെ 25,000 രൂപ പ്ലെയിൻ ടിക്കറ്റിനാവും. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ മരുഭൂമി കിടന്നുണ്ടാക്കുന്ന ക്യാഷേ ഗോപി. അത് പ്രശ്നമാണല്ലോ. അതാ പറഞ്ഞത്, ഏട്ടന്റെ ഇടയ്ക്കിടയ്ക്കുള്ള വരവ് ഒന്ന് നിർത്തണം. ആ, ഈ വിഷുവിനും ഓണത്തിനൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടോ? ഒന്ന് ഫോൺ എടുത്തു കഴിഞ്ഞൊന്ന് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നേരിട്ട് കണ്ട് സംസാരിച്ചൂടെ? അതെ, ടെക്നോളജി അത്രയും വളർന്നിരിക്കുന്നു. അതാ പറഞ്ഞത്, ഏട്ടൻ കുറച്ച് കാശ് മിച്ചം വെച്ചില്ലെങ്കിൽ നാളെ വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. ഇത് അവനോട് പറഞ്ഞ് ഒന്ന് ഉപദേശിച്ചൂടെ നിങ്ങൾക്ക്? ആര് പറയാൻ? പറഞ്ഞാൽ തന്നെ ഏട്ടൻ കേൾക്കുമോ? അതാ ഞാൻ മാഷ അടുത്തേക്ക് വന്നത്. മാഷ ഏട്ടനെ ഒന്ന് ഉപദേശിക്കണം. അത് ഞാൻ ഏറ്റു. ആ, എന്നാ ഞാൻ ഏട്ടനെ ഫോൺ ചെയ്ത് തരട്ടെ. അവൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ഈ വിഷുവിന് വരട്ടെ. ഞാൻ അവനെ നേരിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അടുത്ത വരവ് 2 കൊല്ലം കഴിഞ്ഞാക്കാം, പോരെ? മതി, മാഷൊന്ന് നന്നായി ഉപദേശിക്കണം. അത് ഞാൻ ഏറ്റു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ അയ്യോ വേണ്ട, ഷോപ്പിൽ പോയിട്ട് പണിയുണ്ട്. ശരി. എന്നാ ആവട്ടെ. എടി മാവ് ഞാനിടാം. അതെന്താ ഞാനിട്ടാ പറ്റില്ലേ? നിനക്കറിയോ രവിക്കുട്ടന്റെ ശീലം? മാവിന്റെ ഇടയിലെ ഈ കനത്തിൽ വേണം അവന് തേങ്ങ. വെന്ത തേങ്ങ നല്ല ഇഷ്ടാ. അല്ലെങ്കിൽ നോക്കിക്കോ, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു സാധനം കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഇഷ്ടാ പുട്ടും പാപ്പടും. ദേ അവൻ വന്നു. അവൻ വന്നിടി. അമ്മേ, ശാന്തിനി, അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സൂപ്പർ ആയിരുന്നു അച്ഛമ്മേ. എന്നാ ഇനി വന്ന കാലം കണ്ട ഇങ്ങോട്ട് കരിക്കും. ആ നമസ്കാരം. നമസ്കാരം. അല്ലടാ, യാത്ര കഴിഞ്ഞ് വന്നാ അനക്ക് റെസ്റ്റ് ഒന്നും വേണം. നാട്ടിൽ വരണത് തന്നെ നിങ്ങളുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ആരെങ്കിലും റെസ്റ്റ് എടുക്കൂ? എത്ര സ്ഥലിയുണ്ട്? നാളെ വൈകിട്ട് പോണടാ. രാത്രി 1:30 ഫ്ലൈറ്റ്. ഇന്ന് രാവിലെ വന്ന് നാളെ പോണോ? പിന്നെ എന്തിനാ ഈ വന്ന്? വിഷു ഓണമെന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിലിരുന്ന ഒരു സമാധാനം കിട്ടൂല. നമ്മുടെ കൂട്ടുകാരോടൊപ്പം കണിക്കൊന്ന പറിച്ച് പടക്കം പൊട്ടിച്ച്. നിർത്ത്. ഇപ്പൊ അതൊക്കെ പ്രസന്നേട്ടന്റെ ഷോർട്ട് ഫിലിമില് കാണും. അത് സത്യം. നമ്മുടെ നാടൊക്കെ മാറിപ്പോയില്ലേ? ഇപ്പൊ നീ മാത്രം വിഷു ഓണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വരണല്ലോ. ബാക്കിയുള്ളവരൊക്കെ മലയാളി സമാജത്തിന്റെ ഓണം പ്രോഗ്രാമിന് അത്. എനിക്കത് പറ്റില്ലടാ. ആഘോഷങ്ങളൊക്കെ ആർപ്പുവിളികളായിട്ട് നമ്മുടെ കൂടെ വേണം. അതിന്ന് കിട്ടുന്ന സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം ഇതൊക്കെ വേറെ എവിടുന്ന് കിട്ടാനാ? വിഷുവായിട്ട് നമുക്കൊന്ന് ആർപ്പുളിക്കണ്ടേ? അത് പറയാൻ കൂടിയാ ഞാൻ വന്നേ. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ വീട്ടിലൊന്ന് ആഘോഷിക്കാം. അതിന് നിന്റെ അനിയൻ സമ്മതിക്കും? ഏയ്, അവനൊരു പാവാണടാ. ഒരു പാവമല്ല, അവനൊരെല്ലാം കൂടുതലാ. ഏയ്, വെറുതെ അതും പറഞ്ഞ് പ്രശ്നമാക്കണ്ട. നമ്മളിന്ന് രവിയുടെ വീട്ടിൽ വിഷു അടിച്ചു പൊളിക്കും. നിന്റെ അനിയൻ എന്തെങ്കിലും പറഞ്ഞാൽ പറയില്ല, അത് ഞാൻ ഏറ്റു. ചെറിച്ചതൊന്ന് കത്തിച്ചെന്നേ. നീ കത്തിക്ക്, എനിക്ക് പേടിയാ. നീ ഇങ്ങനെ പേടിച്ചാലോ? നമ്മൾ ആൺകുട്ടികൾ ഇത്തിരി ധൈര്യം കാണിക്കണ്ടേ? ചെറിയച്ചൻ ധൈര്യം കാണിച്ചാൽ മതി. ഇങ്ങടുതാ. അമ്മ കാണണ്ട. കൊളാക്കല്ലേട്ടാ. ഇല്ലടാ.
മാഷെ അച്ഛൻ വിളിക്കുന്നുണ്ട്. എവിടെ അവൻ? നേരെ പോയാൽ ഫസ്റ്റ് റൂമിൽ. രാമകൃഷ്ണ, ആളുകൾ കണ്ട വളരെ മോശ. ഞാനൊരു അധ്യാപകനല്ലേ. ആരും കാണില്ല മാഷേ. ഓണത്തിനും വിഷുവിനും ചെറുതൊന്ന് പിടിപ്പിക്കുന്നത് ഒരു തറവാടിത്തരം. ആണോ? പിന്നല്ലാതെ. എന്നാ ഒന്ന് പിടിപ്പിക്കാല്ലേ? രാമകൃഷ്ണ, ഒന്ന് കണ്ണടച്ചേ. എടാ ഉണ്ണി, പടക്കം അവൻ്റെ അടുത്ത് കൊടുക്കടാ. അയ്യോ അങ്ങളെ എനിക്ക് പേടിയാ. എടാ, നിന്റെ പ്രായത്തിൽ മാലപ്പടക്കം ഞാൻ കയ്യിൽ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പൊട്ടിക്കങ്ങളെ. നീ പടക്കം കിട്ടെടുത്തേ. മാഷെ ഇപ്പൊ പൊട്ടിക്കണ്ട, അവസാനായിട്ട് അതാക്കാം. കയ്യിൽ വെച്ച് പൊട്ടിക്കണേ. ഇങ്ങോട്ട് വന്നേ. കഴിച്ചടാ. അല്ല മാഷേ, രാമേഷേട്ടൻ നിർബന്ധിച്ചപ്പോൾ വെറുതെ ഒരു രസത്തിന്. 4ാം ക്ലാസ്സിൽ നീ സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിച്ചതല്ലേ? മാഷ് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ, നീയേ ഓണം വിഷു പൂരം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് തീരെ ശരിയല്ല. വരണമെന്ന് തോന്നുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി. എല്ലാവരും കണ്ട പോലെ ആയില്ലേ? അല്ലെങ്കിൽ മരുഭൂമി കിടന്നുണ്ടാക്കണ കാശ് മുഴുക്കെ പ്ലെയിൻ ടിക്കറ്റിന് മാത്രമേ തികയൂ. അത് പാടില്ല. കുറച്ച് കാശ് മെച്ചം പിടിക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഒരു വീട് വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനക്ക്. അതുകൊണ്ടേ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മുതൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ നാട്ടിൽ വരാൻ പാടൂ. എന്തേ? മാഷേ, എല്ലാ വിഷുവിനും അമ്മ എന്നെ കണ്ണുപൊത്തിക്കൊണ്ടുപോയി കണി കാണിക്കും. ഓണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നും എനിക്കൊരു ഉരുള വാരി തരും. ഇതൊക്കെ എൻ്റെ മക്കൾ കാണണം. അപ്പോഴേ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് മനസ്സിലാവൂ. സ്നേഹം, പരിചരണം, വാത്സല്യം ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതിയോ മാഷേ? ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്നത് എൻ്റെ മക്കൾ കാണണം. അതിനാ മാഷേ ഇല്ലാത്ത കാശ് കടം വാങ്ങി ഓണത്തിനും വിഷുവിനുമൊക്കെ ഞാൻ നാട്ടിലേക്ക് വരുന്നത്. മാഷ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ആണ്ടറുതിക്ക് നാട്ടിൽ വരരുതെന്ന് മാത്രം പറയരുത്. അതിന് ചിലവാകുന്ന കാശിന് മാത്രം കണക്കും പറയരുതേ. കണി 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 കണി. അച്ഛമ്മേ, ഞാൻ തെറ്റ എല്ലാ കൈ നീട്ടും. വേണ്ട മക്കളെ, നിനക്കൊരു ദിവസം വരും, അന്ന് കൊടുത്താൽ മതി. ഓക്കേ.